നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു. ഈ ആഴ്ച വാരഫലത്തിൽ നാം ചിന്തിക്കുന്നത് 2025 ജൂലൈ 1 മുതൽ ജൂലൈ മാസം 7 തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരു വാര കാലത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. അതായത് 1200 മിഥുനമാസം 17 തീയതി മുതൽ 23 തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രൻ, ചൊവ്വ, കേതു, 7ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 10ാം ഭാവത്തിൽ ശുക്രൻ, 11ാം ഭാവത്തിൽ സൂര്യൻ, വ്യാഴം, 12ൽ ബുധൻ. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, കർമ്മമേഖല വളരെ ശക്തമായിരിക്കും. കാരണം കർമ്മസ്ഥാനത്ത് മാളവ്യ മഹായോഗം ചെയ്ത് ശുക്രൻ നിൽക്കുന്നു. അതിനാൽ കർമ്മ വിഷയത്തിൽ ബുദ്ധിമുട്ടുകളില്ല. 11ാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും എല്ലാ കാര്യത്തിലും വളരെ അനുകൂലമായ സ്ഥിതിയെ സംജാതമാക്കും. സന്താന വിഷയങ്ങൾക്കാലും വളരെ അനുകൂലമായ സ്ഥിതിയാണ്. അവരുടെ വിദ്യാഭ്യാസം, ധനപരമായ വിഷയങ്ങൾ, അവരുടെ ബാങ്ക് ലോൺ മുതലായവയൊക്കെ നിർബന്ധമായും ശ്രമിക്കണം. എല്ലാ സ്ഥലത്തും സത്യം മാത്രം പറയുവാൻ ശ്രമിക്കുക. 12ൽ ബുധൻ വരുമ്പോൾ പലപ്പോഴും കാപട്യത്തോടുകൂടി താൻ സംസാരിക്കുക, അത് പിന്നീട് ബുദ്ധിമുട്ടാവുക. വാക്കുകളിലൂടെ തനിക്ക് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരാതെ ശ്രദ്ധിക്കണം ചിങ്ങൻ രാശിക്കാർ. 12ൽ ബുധനാകയാൽ പലപ്പോഴും ശ്രദ്ധയില്ലാതെ സംസാരിക്കുക, പറയുന്ന വാക്കുകൾക്ക് സ്പഷ്ടത കുറയുക, ഇങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ വരും. ചെറിയ കുട്ടികൾ പോലും സംസാരിക്കുമ്പോൾ ഈ ഒരു വാരം ശ്രദ്ധിക്കണം. അവർ മുതിർന്നവരെ പോലെ വലിയ കാര്യങ്ങളൊക്കെ തങ്ങളുടെ വായിൽ വെച്ച് പറയാൻ തുടങ്ങും. അതിനാൽ വാക്കുകൾ ചെറിയവരായാലും വലിയവരായാലും നിയന്ത്രിക്കുക. അപ്രകാരം രേഖ നഷ്ടപ്പെടുന്ന സമയം തന്നെയാണ്. നിങ്ങളുടെ വിലപ്പെട്ട രേഖകൾ യാത്രയിൽ നഷ്ടപ്പെടുക, അത് ശ്രദ്ധിക്കാതെ അവിടെയും ഇവിടെയും ആവുക. എന്നിട്ട് രേഖാവിഷയത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് തൻ്റെ യാത്രയെയും പല രീതിയിലുള്ള താനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കും വിഘാതമായി വരുന്ന വാരമാണ്. അത് പാസ്പോർട്ടായാലും വിസ കോപ്പിയായാലും മറ്റ് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആയാലും റേഷൻ കാർഡായാലും മൊബൈൽ നഷ്ടപ്പെടുകയാണെങ്കിലും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന വാരമാണ്. ലഗ്നത്തിൽ ചന്ദ്രനും ചൊവ്വയുമുണ്ട്, അതൊരു ലക്ഷ്മി യോഗമാണ്. പല കാര്യങ്ങൾക്കും നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് വളരെ പ്രാപ്തമാണ്. കാരണം ശശിമംഗള യോഗം അങ്ങനെയാണ്. ലക്ഷ്മി സമ്പത്ത് വരും. വെളുത്തപക്ഷത്തിലെ ചന്ദ്രനാണ്. ഇവിടെ 12ൽ ബുധന് മാത്രമേ ഒരു വഴിപാട് വേണ്ടൂ. നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താച്ചനെ വഴിപാടായി ചെയ്യുക. ഓം നരസിംഹമൂർത്തയേ നമഃ എന്ന പ്രാർത്ഥനയെ വളരെയധികം ഉപകരിക്കുന്നു. പലപ്പോഴും ഉടലോടുകൂടി സ്വർഗത്തിൽ പോകാനൊക്കെ 12ലെ ബുധൻ സഹായകരമാണ്. പലപ്പോഴും രോഗികളായി കിടക്കുന്ന വളരെ പ്രായമുള്ളവർ, അവർക്ക് എന്ത് ചെയ്യാം? സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, മോക്ഷസ്ഥാനത്തേക്ക് കടന്നു പോകാൻ ഈ ബുധൻ സഹായിക്കും. കാരണം ബുധന് മൗഢ്യമില്ല. 12ാം ഭാവം എന്താണ്? 9 ധർമ്മമാണ്, 10 അർത്ഥമാണ്, 11 കാമമാണ്, 12 മോക്ഷമാണ്. അപ്പോൾ ചതുർവായത്തിൽ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷത്തിൽ മോക്ഷഭാവമാകുന്നു 12ാം ഭാവം. ഏതായാലും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെ നല്ല ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്യുക. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയേ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കുന്ന വാരമാണ് ചിങ്ങം രാശിക്കാർക്ക്. നന്ദി, നമസ്കാരം.